നമസ്കാരം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ബി.ജെ.പി. യു.ഡി.എഫ്. സഖ്യം കൊല്ലത്ത് യാഥാർത്ഥ്യമായെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. വർഗീയതയ്ക്കെതിരെ പോരാട്ടത്തിൽ ബി.ജെ.പിയെ എതിർക്കുന്നതിൽ കോൺഗ്രസിന് ആത്മാർത്ഥത ഇല്ലെന്നും യെച്ചൂരി കുറ്റപ്പെടുത്തി. കെ എൻ ബാലഗോപാലിനെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. നാട്ടിലായിരുന്നു സീതാറാം യെച്ചൂരി നാട്ടുകാരെ ആദ്യം അഭിവാദ്യം ചെയ്തത്. പിന്നീട് കൊല്ലത്തും. വർഗീയതയും അഴിമതിയും ഒരുപോലെ കൊടികുത്തി വാഴുന്ന രാജ്യത്ത് മതേതര സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കൂടി കരുത്തുണ്ടെങ്കിലേ സാധ്യമാകൂ എന്ന് സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ ഇടതുമുന്നണിയെ പരാജയപ്പെടുത്താൻ ബി.ജെ.പിയും യു.ഡി.എഫും മുമ്പും രഹസ്യബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ആ ബന്ധമുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. The Congress has no compunctions of making some deals with the BJP also. We have seen that happen in Kollam constituency in the past, in the parliament elections. Now when he is contesting from Kerala, will such deals be made to defeat the LDF instead of fighting the main enemy, the BJP? Will the Congress make deals with the BJP to defeat the LDF? That is an answer that the Congress president must give the people of Kerala, and in order to let the people of Kerala know whether they are committed to defeating the BJP or it is only part of deal making. ബഹിരാകാശത്തിന് കാവൽക്കാരൻ എന്നാണ് ഇപ്പോൾ മോഡിയുടെ സ്വയം അവകാശവാദമെന്ന് സീതാറാം യെച്ചൂരി പരിഹസിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പൊന്നാനിയിൽ ആവേശത്തെറിയിളക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. എൽ.ഡി.എഫ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി പി.വി. അൻവറിനെ വോട്ടഭ്യർത്ഥിച്ചാണ് പിണറായി പൊന്നാനിയിൽ എത്തിയത്. കർമ്മമണ്ഡലം അമേഠിയെങ്കിൽ രാഹുൽ കേരളത്തിലേക്ക് വരുന്നത് എന്തുദ്ദേശത്തോടെയെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എൽ.ഡി.എഫ്. പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പ് ആവേശം പകർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊന്നാനിയിലെത്തിയത്. പൊന്നാനി എ.വി. ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രിയെ കേൾക്കാൻ നൂറുകണക്കിന് പേരെത്തി. ബി.ജെ.പിയുമായി സമരസപ്പെടാൻ കോൺഗ്രസ് ഇപ്പോഴും ശ്രമിക്കുകയാണെന്ന് പിണറായി പറഞ്ഞു. കേരളത്തിലെ ചില സീറ്റുകളിൽ നേരത്തെ കച്ചവടം ഉറപ്പിച്ചു. കർമ്മമണ്ഡലം അമേഠിയെങ്കിൽ രാഹുൽ കേരളത്തിലേക്ക് വരുന്നത് എന്തുദ്ദേശത്തോടെയെന്ന് പിണറായി ചോദിച്ചു. പേരുമാറ്റത്തിൽ വലിയ കാര്യമില്ല. ബദൽ നയങ്ങളോടെ മതനിരപേക്ഷ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണ് വേണ്ടത്. ഇപ്പോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ കേരളത്തിൽ മത്സരിക്കാൻ വന്നിരിക്കുന്നു. എന്ത് സന്ദേശം ആ മത്സരം നൽകുന്നു? നിങ്ങൾ ആരോട് മത്സരിക്കുന്നു? ഇടതുപക്ഷത്തോട്. നിങ്ങൾക്ക് പരാജയപ്പെടുത്തേണ്ട ശക്തി ഏത്? ഇന്ത്യയിൽ ബി.ജെ.പിയോ ഇടതുപക്ഷമോ? നിങ്ങളെ കർമ്മത്തിലൂടെ നിങ്ങൾ തെളിയിക്കുന്നു ഇടതുപക്ഷത്തെയാണ് ഞങ്ങൾക്ക് പരാജയപ്പെടുത്തേണ്ടത്. അതല്ലേ വസ്തുത? കർമ്മമണ്ഡലം അമേഠിയാണെന്ന് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നത് എന്തുദ്ദേശത്തോടെ? അപ്പൊ കോൺഗ്രസിന്റെ നിലപാടുകളാണ് ഇതിലൊക്കെ വ്യക്തമാകുന്നത്. എല്ലാം ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നമുക്കിവിടെ കൃത്യമായ ബദൽ നയമാണ് ആവശ്യം. ആ ബദൽ നയം നടപ്പാക്കിയാൽ എങ്ങനെയിരിക്കും? അതാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ ബദൽ നയമാണ് നടപ്പാക്കുന്നത്. പൊന്നാനിയിലെ സ്ഥാനാർത്ഥി പി.വി. അൻവർ വോട്ടഭ്യർത്ഥിച്ച് സംസാരിച്ചു. എൽ.ഡി.എഫ്. കൺവീനർ എ. വിജയരാഘവൻ, പാലോളി മുഹമ്മദ് കുട്ടി, കെ.ഇ. ഇസ്മായിൽ, പി. നന്ദകുമാർ, ഇ.എൻ. മോഹൻദാസ് എന്നിവരും പങ്കെടുത്തു. പൊന്നാനിയിൽ നിന്നും എ. കെ. ലതീഷ്. തീരദേശ മേഖലയിൽ ആവേശം നിറച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ വലപ്പാട് മത്സ്യത്തൊഴിലാളികൾ സംഗമം ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് ചെയ്താലും അധികമാകില്ലെന്ന് കരുതുന്ന സർക്കാരാണ് എൽ.ഡി.എഫ്. സർക്കാരെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എൽ.ഡി.എഫ്. സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച തീരദേശ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പങ്കെടുത്തു. 10,000-കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. പ്രളയസമയത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് മത്സ്യത്തൊഴിലാളികളാണെന്നും അതിനാലാണ് കേരളത്തിന്റെ സ്വന്തം സേനയെന്നും മത്സ്യത്തൊഴിലാളികളെ വിളിക്കപ്പെട്ടതെന്നും സംഗമം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു.
കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെതിരെയും BJPയുടെ വർഗീയ നിലപാടുകൾക്ക് കുടപിടിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിനെതിരെയും കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത്. വർഗീയതയെ എതിർക്കാൻ മതനിരപേക്ഷത രംഗത്ത് ഉറച്ചു നിൽക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും പഴയ പ്രതാപകാലം അല്ല എന്ന് കോൺഗ്രസിനെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഈ രാജ്യത്ത് പണ്ട് കോൺഗ്രസ് വലിയ പാർട്ടിയായിരുന്നു, രാജ്യത്താകെ അവരായിരുന്നു, ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായിരുന്നു. പക്ഷെ അതെല്ലാം പഴയ കാലം, ആ കാലം പോയി. ഇന്ന് കോൺഗ്രസിന് അതിദയനീയമായ അവസ്ഥയാണ്. BJP വിരുദ്ധ സർക്കാരിനെതിരായ ബദൽ സർക്കാരിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകേണ്ടത് കേരളം ആണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിനെ വോട്ടഭ്യർത്ഥിച്ചാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ താൻ അധിക്ഷേപിച്ച് പ്രസംഗിച്ചതായുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ. കോൺഗ്രസ് നേതാക്കൾ വോട്ടിനായി ലീഗ് നേതാക്കളെയും ലീഗ് നേതാക്കൾ SDPI നേതാക്കളെയും സമീപിക്കുന്നതിനെയാണ് താൻ വിമർശിച്ചത്. എന്നാൽ തന്റെ പ്രസംഗത്തിലെ ഏതാനും വാക്കുകൾ അടർത്തിയെടുത്ത ചില മാധ്യമങ്ങൾ അനാവശ്യ വിവാദമുണ്ടാക്കുകയാണെന്നും വിജയരാഘവൻ പറഞ്ഞു. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ വസതികൾ സന്ദർശിച്ചാണ് നോമിനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുസ്ലിം ലീഗ് നേതാക്കളാകട്ടെ SDPI നേതാക്കളെ കണ്ടുകൊണ്ടാണ് സ്വയം വിജയം നേടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വന്തം വിജയത്തിന് SDPIയുടെ സഹായം ആവശ്യമുള്ള മുസ്ലിം ലീഗ് നേതാക്കളെ കാണുക എന്ന് പറയുന്നതിനെയാണ് ഞാൻ വിമർശിച്ചത്. സ്വാഭാവികമായിട്ടും കടുത്ത മത്സരം നേരിടുകയും പരാജയ രീതിയിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന മുസ്ലിം ലീഗ് നേതാക്കളെ കാണുക വഴി പ്രത്യേകിച്ചൊന്നും ഇവർക്ക് നേടാനില്ല എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു സംസാരം മാത്രമാണ് നടത്തിയില്ല. ഏതെങ്കിലും വ്യക്തികളെയോ സ്ഥാനാർത്ഥികളെയോ അധിക്ഷേപിക്കുക എന്നത് അതിന്റെ ഉദ്ദേശമല്ല. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. ദില്ലിയിലെ AICC ആസ്ഥാനത്ത് വെച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, സോണിയാഗാന്ധി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ചേർന്നാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്യുക. എല്ലാവർക്കും അടിസ്ഥാന വരുമാനം ഉറപ്പാക്കുന്ന ന്യായ് പദ്ധതി തന്നെയാകും പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. നീതി ആയോഗ് ഒഴിവാക്കും. ആന്ധ്രാപ്രദേശ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി, കാർഷിക കടാശ്വാസം തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിൽ ഉണ്ടാകും. മുതിർന്ന നേതാവ് P. ചിദംബരം അധ്യക്ഷനായ സമിതിയാണ് പ്രകടന പത്രികയ്ക്ക് രൂപം നൽകിയത്. കഴിഞ്ഞ മാസം ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിന്റെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് പത്രികയ്ക്ക് അന്തിമ രൂപം നൽകിയത്. മധ്യപ്രദേശിലെ കർഷകരുടെ കാർഷിക വായ്പ എഴുതിത്തള്ളുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം വാഗ്ദാന ലംഘനം മാത്രമാണെന്ന് BJP. അധികാരത്തിൽ കയറി 10 ദിവസത്തിനകം കർഷകരുടെ കടം എഴുതിത്തള്ളുമെന്ന വാഗ്ദാനം കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്നും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. അധികാരത്തിൽ കയറി 10 ദിവസത്തിനകം കർഷകരുടെ കടമെഴുതി തള്ളുമെന്ന് പറഞ്ഞ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആത്മവിശ്വാസത്തോടെ കളവ് പറയുകയാണെന്നാണ് BJP ആരോപിക്കുന്നത്. മധ്യപ്രദേശും ഛത്തീസ്ഗഡും രാജസ്ഥാനും അടക്കമുള്ള നിയമസഭയിലേക്ക് നടന്ന സെമിഫൈനൽ പോരാട്ടത്തിൽ രാഹുൽ നടത്തിയ പ്രഖ്യാപനം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് BJP. 4 മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രഖ്യാപനം വാഗ്ദാന ലംഘനം മാത്രമായി ഇപ്പോഴും കടലാസിൽ കുടുങ്ങിയിരിക്കുകയാണെന്നാണ് BJPയുടെ വാദം. തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് നടത്തിയ പ്രഖ്യാപനം ഇങ്ങനെ: चुनाव कांग्रेस पार्टी जीतने जा रही है और चुनाव के बाद आप 10 दिन गिनना, 1 2 3 4 5 6 7 8 9 10, और मोदी जी का जवाब 10 दिन के अंदर कांग्रेस पार्टी मध्य प्रदेश के हर किसान का कर्जा माफ करके दे देगी. മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ജനങ്ങളെ കബളിപ്പിച്ചുവെന്നും കർഷകരെ നിരന്തരം വിഡ്ഢികളാക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും BJP ആരോപിച്ചു. कई किसान ऐसे जिन्होंने बैंकों की किस्त चुकाना बंद कर दी. अब 1 अप्रैल को वैसे भी अप्रैल फूल बनाने की परंपरा रही है, लेकिन किसानों को जैसा फूल बनाया गया है मध्य प्रदेश में, और केवल मध्य प्रदेश नहीं, राजस्थान में, छत्तीसगढ़ में, कर्नाटक में പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി എന്ന പദ്ധതി കോൺഗ്രസ് സർക്കാരിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയാണ് കോൺഗ്രസ് എന്നും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ആരോപിച്ചു. കർഷകരെ പറ്റിച്ച കോൺഗ്രസിനെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് BJPയുടെ തീരുമാനമെന്ന് ചൌഹാൻ കൂട്ടിച്ചേർത്തു. 15 വർഷം തുടർച്ചയായി മധ്യപ്രദേശ് ഭരിച്ച BJPക്കാർ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നതിന്റെ തെളിവായിരുന്നു ഇത്തവണ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം. ആ BJPയാണ് കോൺഗ്രസ് സർക്കാരിനെതിരെ സമരം ചെയ്യാൻ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നത മറന്നേക്ക് പുറത്ത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ പൃഥ്വിരാജ് ചവാനാണ് കേന്ദ്ര നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവായ പൃഥ്വിരാജ് ചവാനാണ് പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് ദൌർഭാഗ്യകരമാണ്. BJP ദുർബലമായ കേരളത്തിൽ മത്സരിക്കുന്നത് ഇത് തെറ്റായ സന്ദേശം നൽകുന്നുവെന്നും പൃഥ്വിരാജ് ചവാൻ വിമർശിക്കുന്നു. ഇതിനിടെ ഇങ്ങനെയുള്ള സീറ്റിൽ കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിക്കുന്നത് അണികൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുന്നുവെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കളും സമ്മതിക്കുന്നുണ്ട്. കേരളത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ ഗുജറാത്തിലോ കർണാടകയിലോ ആണ് രാഹുൽ മത്സരിച്ചിരുന്നതെങ്കിൽ ഗുണകരമാകുമെന്നും മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം മറികടന്ന് രാഹുൽ വയനാട്ടിലെത്തിയത് കേരളത്തിലെ ചില നേതാക്കളുടെ പിടിവാശി കൊണ്ട് മാത്രമാണെന്നാണ് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തോടെ അടുത്തു നിൽക്കുന്ന നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇവരുടെ വാക്കുകൾ സാധൂകരിക്കുന്ന പ്രതികരണങ്ങളാണ് കേരളത്തിലെ നേതാക്കൾക്കിടയിൽ നിന്നും പുറത്തുവരികയും ചെയ്യുന്നത്. പ്രസിഡന്റ് തുറന്നു പറയുമ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും ഏതെങ്കിലും തരത്തിൽ സങ്കടപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവും. ചിലപ്പോൾ അപ്രിയ സത്യങ്ങളായിരിക്കും. സത്യങ്ങൾ ചിലപ്പോൾ പറയാൻ നിർബന്ധിതമാകുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും. ആ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. പല കാരണങ്ങൾ കൊണ്ടും പല സ്ഥലങ്ങളിലും അത്ര യോജിപ്പുകൾ ഉണ്ടാകാതിരിക്കുന്നുണ്ട്. എന്തായാലും ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ വരവിൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്ന കാര്യത്തിൽ നേതാക്കൾക്ക് പോലും യാതൊരു ഉറപ്പുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക്. കേരളത്തിൽ മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം അപക്വവും യുക്തി നിരക്കാത്തതെന്നും മലയാള മനോരമയുടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ തോമസ് ഡൊമിനിക്. രാഹുലിന്റെ എതിരാളി ഇടതുപക്ഷമല്ല. രാഹുൽ മത്സരിക്കേണ്ടത് കർണാടകത്തിൽ നിന്നാണ്. ഇടതുപക്ഷത്തിന്റെ പ്രസക്തി പാർലമെന്റിലെ അംഗബലത്തിലല്ലെന്നും തോമസ് ഡൊമിനിക് പറഞ്ഞു. വയനാട്ടിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഭിന്നതകൾ മറന്നേക്കി പുറത്തുവരുന്നതിനിടെയാണ് മനോരമയുടെ ഡൽഹിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ തോമസ് ഡൊമിനിക്കിന്റെ തുറന്നു പറച്ചിൽ. കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെടുത്ത തീരുമാനം വളരെ അപക്വമായതാണ്. രാഹുൽ ഗാന്ധിയുടെ എതിരാളി ഇടതുപക്ഷമല്ല. പാർലമെന്റിലെ അംഗബലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇടതുപക്ഷത്തെ കാണരുതെന്നുമാണ് തോമസ് ഡൊമിനിക്കിന്റെ വാക്കുകളിലുള്ളത്. ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കോൺഗ്രസിനും മറ്റു സഖ്യകക്ഷികൾക്കും അവരുടെ ഭാഗത്ത് നോക്കുമ്പോഴുള്ള പ്രസക്തി എന്ന് പറയുന്നത് ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ അവർക്കുള്ള ഇടത്തിന്റെ പേരിൽ മാത്രമുള്ളതല്ല, ഈ സീറ്റുകളുടെ എണ്ണത്തിൽ മാത്രമുള്ളതല്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അതിൻ്റെതായ ഒരിടമുണ്ട് എന്ന് നമുക്ക് രാജ്യത്ത് പല സ്ഥലങ്ങളിൽ സീറ്റിന്റെ എണ്ണം മാറ്റിവെച്ചാൽ തന്നെ കാണാവുന്നതാണ്. അടുത്ത കാലത്ത് ഒരു കാർഷിക പരമ്പര ചെയ്യാനായി വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കാനിടയായി. അപ്പോൾ സീറ്റുകളില്ലാത്ത സ്ഥലങ്ങളിൽ, രാഷ്ട്രീയമായി വളരെ ശക്തമല്ലാത്ത സ്ഥലങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനം കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതികൾ കണ്ടിരുന്നു. രാഹുൽ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് കർണാടകയിലായിരുന്നു വേണ്ടിയിരുന്നതെന്നും ഈ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു വെക്കുന്നു. കോൺഗ്രസ് വന്ന് ഇടതുപക്ഷത്തോട് മത്സരിക്കുന്നത് കേരളത്തിലെ ശക്തിക്ക് വേണ്ടി മത്സരിക്കുന്നത് രാഷ്ട്രീയമായി യുക്തിയാണ് എന്ന് തോന്നുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും തോമസ് ഡൊമിനിക്കിന്റെ ഈ തുറന്നു പറച്ചിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്. ബീഫ് കഴിച്ചെന്ന പേരിൽ കൊല ചെയ്യപ്പെട്ട മുഹമ്മദ് അലാഹിന്റെ ഘാതകർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയുടെ മുൻനിരയിൽ വേദിയൊരുക്കി BJP. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിലാണ് കൊലയാളികൾക്ക് വേദിയൊരുക്കിയത്. കേസിലെ മുഖ്യപ്രതി വിശാൽ റാണി ഉൾപ്പെടെയുള്ള 4 പേരാണ് വേദിയുടെ മുൻനിരയിൽ ഉണ്ടായിരുന്നത്. BJP സ്ഥാനാർത്ഥിയായ മഹേഷ് ശർമ്മയ്ക്ക് വേണ്ടി യോഗി ഗ്രേറ്റർ നോയിഡയിലെ ബിസാര ഗ്രാമത്തിൽ റാലി നടത്തവെയാണ് മുഹമ്മദ് അഖ്ലാഖിനെ കൊലപ്പെടുത്തിയ യുവാക്കൾ ചിത്രങ്ങളിൽ കുടുങ്ങിയത്. ഇതേ ഗ്രാമത്തിൽ തന്നെയായിരുന്നു ബീഫ് കഴിച്ചെന്ന പേരിൽ മുഹമ്മദ് അഖ്ലാഖിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നത്. അഖ്ലാഖിന്റെ കൊലപാതകം സംബന്ധിച്ച് യോഗി പരാമർശങ്ങളും നടത്തി. ബിസാരയിൽ എന്ത് സംഭവിച്ചുവെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്നും സമാജ്വാദി പാർട്ടി സർക്കാർ അടക്കമുള്ളവർ പ്രവർത്തകരുടെ വികാരത്തെ പിടിച്ചുകെട്ടാനാണ് ശ്രമിച്ചതെന്നും യോഗി വ്യക്തമാക്കുന്നു. തന്റെ ഭരണകാലത്ത് സംസ്ഥാനത്ത് സാമുദായിക കലാപങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ലെന്നും യോഗി അവകാശപ്പെടുകയും ചെയ്തു. വീട്ടിൽ പശുമാംസം സൂക്ഷിച്ചെന്നാരോപിച്ച് 2015 സെപ്റ്റംബർ ദിനത്തിലായിരുന്നു മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെട്ടത്. ഈ പ്രതികളെല്ലാം തന്നെ ഇപ്പോൾ ജാമ്യത്തിലുമാണ്. ന്യൂസ് ഡെസ്ക്. വയനാട്ടിൽ രാഹുൽ എത്തുമ്പോൾ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന പ്രഖ്യാപനം BJP ഉപേക്ഷിച്ചു. BD ജാസിന് നൽകിയ സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിക്കുക. BJP ജില്ലാ ഘടകവും സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗവും സമ്മർദ്ദമുയർത്തിയെങ്കിലും നടന്നില്ല. രാഹുലിനെതിരെ ശക്തമായ
ഇറങ്ങാതെ BJP പിൻവലിച്ചത് മണ്ഡലത്തിൽ ചർച്ചയാവുന്നുമുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ BJP മത്സരിക്കാനുള്ള സാധ്യത തള്ളാനാകില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞിരുന്നു. രാഹുൽ എത്തിയാൽ BJPയിലെ പ്രമുഖരെ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുകയും ചെയ്തു. വയനാട് ജില്ലാ ഘടകം ശക്തമായി ഇതാവശ്യപ്പെടുകയും ചെയ്തു. രാഹുലിന് എതിരാളിയായി സ്മൃതി ഇറാനിയെയോ മറ്റേതെങ്കിലും ദേശീയ നേതാവിനെയോ കളത്തിലിറക്കാനാണ് BJP തീരുമാനിച്ചത്. ശക്തമായ മത്സരം തന്നെ രാഹുലിനെതിരെ മണ്ഡലത്തിൽ കാഴ്ചവെക്കണമെന്ന് BJP സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗവും ആവശ്യപ്പെട്ടു. എന്നാൽ ഈ തീരുമാനങ്ങളിൽ നിന്നാണ് BJP ഇപ്പോൾ പിന്മാറിയത്. LDFും UDFുമാണ് വയനാട്ടിലെ പ്രധാന മത്സരം. BJPക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ ചിഹ്നത്തിൽ മത്സരിച്ചാൽ നാണക്കേടുണ്ടാവുമെന്ന അനുമാനമാണ് പിൻവലിയലിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രാഹുൽ BJP മത്സരിക്കാത്ത മണ്ഡലത്തിലേക്ക് ഒളിച്ചോടിയെന്ന പ്രചരണം ദേശീയതലത്തിൽ വ്യാപകമാക്കാമെന്നുള്ള കണക്കുകൂട്ടലും നീക്കത്തിനു പിന്നിലുണ്ട്. സ്വന്തം സ്ഥാനാർത്ഥി മത്സരിക്കാത്തത് BJPക്കുള്ളിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് വഴിവെച്ചു കഴിഞ്ഞു. തീരുമാനം BJPക്ക് വിട്ടിരുന്നുവെന്നും പ്രഖ്യാപനം അമിത്ഷായുടേതാണെന്നുമാണ് BDJS സംസ്ഥാന നേതൃത്വം പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച്? ഒരു വാർത്തയും ഉണ്ടായിട്ടില്ല. അതൊക്കെ വാർത്ത ഉണ്ടായിട്ടില്ല. അതൊക്കെ സത്യത്തിൽ ആവശ്യമുണ്ടായിരുന്നു BJPയുടെ ഇല്ല. ഇതൊക്കെ ഇങ്ങനെ രാഹുൽജി ഇവിടെ എത്തിയാണെങ്കിൽ തുഷാർജി തന്നെ മത്സരിക്കണമെന്നുള്ള നിർദ്ദേശം BJPയുടെ ഭാഗത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. അല്ല BDSന്റെ തീരുമാനമല്ല തുഷാർജി ഇവിടെ മത്സരിക്കുക എന്നുള്ളത്. BJPയുടെ തീരുമാനമാണ്. അത് NDAയുടെ ഘടകകക്ഷി പ്രധാന ഘടകകക്ഷി എന്ന നിലയിൽ അമിത്ഷാജിയുടെ തീരുമാനം. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിൽ തന്നെ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ കാരണം? അത് വിജയിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി എന്താണ് അതിന്റെ സാധ്യതകൾ? എന്ത് സാധ്യതകളാണ് വെച്ചിട്ടാണ്? വലിയ സാധ്യതകളാണ്. ഇന്ന് LDF മുന്നണിയിൽ ആലോചിക്കാതെ വയനാട് സീറ്റ് ഏറ്റെടുത്തേക്കുമെന്ന ശ്രീധരൻപിള്ളയുടെ പ്രസ്താവന BDJSനെ പ്രകോപിപ്പിച്ചിരുന്നു. എന്നാൽ ധാരണകളുടെ അടിസ്ഥാനത്തിൽ സീറ്റ് നൽകാമെന്നറിയിച്ചു. രാഹുൽ വന്നാൽ പിന്മാറാമെന്ന ഉറപ്പിലാണ് BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ പൈലി വാത്യാട്ടിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയത്. ന്യൂസ് ബ്യൂറോ, വയനാട്. RSP നേതാവും മകനും വ്യാജ വിസ നൽകി പണം തട്ടിയതായി പരാതി. കൊല്ലം കുളത്തുപുഴ പോലീസ് സ്റ്റേഷനിലാണ് 5 യുവതികൾ പരാതി നൽകിയത്. RSP നേതാവ് ഷർഫുദ്ദീന്റെ മകൻ സജിൻ ഷർഫുദ്ദീനാണ് മസ്കറ്റിൽ നഴ്സ് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയത്. നാസിംബ്ര എന്ന വിദേശ കമ്പനി വഴി റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു എന്ന പ്രചരണം നടത്തിയായിരുന്നു നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയത്. 5 മുതൽ 7 ലക്ഷം രൂപ വരെയാണ് വിസയ്ക്കായി ഷർഫുദ്ദീന്റെ അക്കൗണ്ടിലൂടെ കൈപ്പറ്റിയത്. UDFിലെ 2 പ്രമുഖ നേതാക്കന്മാരുടെ പേരും സജിൻ ഷർഫുദ്ദീൻ പറഞ്ഞതായി തട്ടിപ്പിനിരയായവർ വെളിപ്പെടുത്തി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത് തട്ടിപ്പാണ്. അപ്പം കുറച്ച് നാട്ടിൽ ഇങ്ങനെ പുള്ളിക്കാരന്റെ നാട്ടിൽ അന്വേഷിച്ചപ്പം കുറെ ഇതിനു മുമ്പും തട്ടിപ്പ് നടത്തിയെന്നൊക്കെ അറിഞ്ഞു. അതിനെനിക്ക് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ MK പ്രേമചന്ദ്രൻ സാറും കുഞ്ഞാലിക്കുട്ടി സാറും ഒരു 136 കോടിയുടെ ഒരു ഇത് നാസിം ബ്രാന്ന് പേരുള്ള കമ്പനി ലീസിനെടുത്തേക്കുവാണ്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഫേസ്ബുക്കിൽ കയറി സാറിൻ്റെ നമ്പർ എടുത്ത് വിളിച്ചു. പക്ഷേ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണോ കാശ് കൊടുത്തേ എന്ന് മാത്രമാണ് പ്രതികരിച്ചത്. ഞങ്ങൾ അപ്പം എന്നാൽ ഒന്ന് വിളിച്ച് അന്വേഷിച്ച് നമുക്ക് അന്വേഷിക്കാനോ അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. അതിനുശേഷം ഞങ്ങളിപ്പോൾ അതിനുവേണ്ടി കുറേ പുറകെ നടന്നെങ്കിലും കള്ളച്ചെക്ക് തന്നു. 2 കള്ളച്ചെക്ക് തന്നിട്ട് ഞങ്ങൾ ബാങ്കിൽ ചെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊന്നുമില്ല. വ്യാജ വിസയാണെന്ന് മനസ്സിലാക്കി പണം മടക്കിത്തരാൻ ആവശ്യപ്പെട്ടവർക്ക് വണ്ടിച്ചെക്ക് നൽകി കബളിപ്പിച്ചതായി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. കേരളത്തിൽ പല ജില്ലയിൽ ആശുപത്രികളിൽ ജോലി നോക്കുന്ന നഴ്സുമാരാണ് തട്ടിപ്പിനിരയായത്. കുളത്തുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തൊടുപുഴയിൽ മർദ്ദനമേറ്റ 7 വയസ്സുകാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണെന്ന് മന്ത്രി KK ശൈലജ ടീച്ചർ. വെന്റിലേറ്ററിൽ മാറ്റിയാൽ അതിജീവിക്കാനാവുമോ എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. അതിനാൽ നിലവിലെ ചികിത്സ തുടരുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കോലഞ്ചേരിയിലെ ആശുപത്രിയിലെത്തി കുട്ടിയെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു കുട്ടിയെ കാണാനായി മന്ത്രി ശൈലജ ടീച്ചർ കോലഞ്ചേരിയിലെ ആശുപത്രിയിലെത്തിയത്. 3/4 മണിക്കൂറോളം ആശുപത്രിയിലുണ്ടായിരുന്ന മന്ത്രി കുട്ടിയെ ചികിത്സിക്കുന്ന മെഡിക്കൽ സംഘവുമായി വിശദമായി സംസാരിച്ചു. തുടർന്നാണ് കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. തലച്ചോറിന്റെ പ്രവർത്തനം ഏതാണ്ട് നിലച്ചിരിക്കുകയാണെന്നും വെന്റിലേറ്റർ മാറ്റിയാൽ അതിജീവിക്കാനാവുമോ എന്ന് പറയാനാവില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചതായി മന്ത്രി പറഞ്ഞു. തലച്ചോറ് ഈ വലിയ പരിക്കാണ് തലയോട്ടിക്കും അതുപോലെ തലച്ചോറിനും എല്ലാം പറ്റിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനം ഇപ്പം മിക്കവാറും ഇല്ലാതായതുപോലെയാണുള്ളത്. ബാക്കി ശരീരഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ശ്വാസോച്ഛ്വാസമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റിയാൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയല്ല കുട്ടിക്ക് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് വസ്തുത. നിലവിലുള്ള ചികിത്സ തുടരാനാണ് മെഡിക്കൽ സംഘത്തിന്റെ തീരുമാനം. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന കുട്ടിക്ക് ഇന്നലെ മുതൽ ദ്രവരൂപത്തിലുള്ള ഭക്ഷണം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ആ അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.